സർവമായ എന്ന സിനിമയിൽ നായകൻ തൻ്റെ വല്യച്ഛനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്പം റഫ് ആൻഡ് ടഫായ തൻ്റെ അച്ഛനുമായിട്ട് വല്യച്ഛന് എങ്ങനെ ഒത്തുപോകാൻ സാധിക്കുന്നു? അദ്ദേഹത്തിന് മറുപടി രസകരമാണ്. എനിക്ക് ഒത്തുപോകാൻ പറ്റും, കാരണം ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു സുന്ദരമായൊരു ഉത്തരമാണ്. കാരണം നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ദയാദാക്ഷിണ്യത്താൽ നിങ്ങൾക്ക് കിട്ടിയതല്ല, ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തന്നതാണ്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാൾ നിങ്ങൾക്ക് ദയാവായ്പോടെ കയ്യിൽ വെച്ച് തരേണ്ട ഒരു സാധനമല്ല, നിങ്ങളുണ്ടാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ കുറേയൊക്കെ സ്വാർത്ഥത നല്ലതാണ്. ഒരിത്തിരി സ്വാർത്ഥതയൊക്കെ ഒത്തിരി ഗുണം ചെയ്യും. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? നമ്മളെല്ലാവരും സ്വാർത്ഥതയുള്ളവരാണ്. അപ്പോൾ സ്വാർത്ഥത വലിയ മോശം കാര്യമാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിത്തിരി സ്വാർത്ഥത ഒത്തിരി നല്ലതാണ് പലപ്പോഴും. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒന്ന്, നമ്മളെല്ലാവരും ബേസിക്കലി സെൽഫിഷാണ്. അല്ലെന്ന് നിങ്ങൾ പറയുമോ? നിങ്ങളുടെ ഭ്രൂണാവസ്ഥയിൽ അമ്മയുടെ ഉദരത്തിൽ നിങ്ങളായിരുന്നപ്പോൾ നിങ്ങൾ അമ്മയെയാണ് ആദ്യമായിട്ട് ഭക്ഷിച്ചത്. ആദ്യം നിങ്ങൾ ഭക്ഷിച്ച അപ്പത്തിൻ്റെ പേരാണ് അമ്മയപ്പം. ബയോളജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്നിയോട്ടിക് ലിക്വിഡിനകത്ത് കിടക്കുന്ന നിങ്ങൾ അമ്മയിൽ നിന്നും ഭക്ഷണം നേരിട്ടങ്ങ് സ്വീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയെ തിന്നാണ് നിങ്ങൾ വളർന്നിട്ടുള്ളത്. സത്യം അതാണ്. അപ്പോൾ അമ്മയപ്പം ഭക്ഷിച്ച് പുറത്തേക്ക് വന്ന നിങ്ങൾ അല്പ സെൽഫിഷുള്ള ആളായി മാറുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നിങ്ങൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ മുഖത്തേക്കല്ലേ? അങ്ങനെയാണ് എൻ്റെ ചങ്ങാതി. ഇനി ഒരാൾക്കൂട്ടത്തിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേരല്ലേ? ഇനി നിങ്ങളെപ്പോഴും അഭിമാനിക്കുന്നു, എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ മതം, എൻ്റെ. അങ്ങനെ നിങ്ങൾ അഭിമാനിക്കുന്നതിന് കാരണം നിങ്ങൾ ആ കൂട്ടത്തിലെ അവിഭാജ്യ ഘടകമായി മാറുന്നുണ്ടല്ലേ. അപ്പോൾ ഞാനുള്ളത് കൊണ്ടാണ് എൻ്റെ കൂട്ടം ബെസ്റ്റ് കൂട്ടമായിട്ട് ഞാൻ കരുതുന്നത്. അത് സെൽഫിഷ്നെസ്സിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ സെൽഫിഷ്നെസ് എപ്പോഴും മോശം കാര്യമൊന്നുമല്ല. ഈ സെൽഫിഷ്നെസ് വല്ലാത്തൊരു അവനവൻ കടമ്പയായി, അവനവൻ കുരുക്കായി, മറ്റ് ഇൻട്രസ്റ്റുകൾ മുഴുവൻ മാറ്റിവെക്കുന്ന വിധത്തിൽ വളർന്നു കഴിയുമ്പോൾ അതാണ് പ്രശ്നം. അല്ലാതെ സാധാരണ രീതിയിൽ ഒരല്പം സെൽഫിഷ്നെസ് നല്ലതാണ്, അത് വേണം, ജീവിതത്തിൽ ആവശ്യമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഒരു സെൽഫ് വർത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് ഇൻട്രസ്റ്റ് കൂടി വേണം. ഈ സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് തെറ്റായ കാര്യമല്ല. നിങ്ങളെപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് എൻ്റേതായ ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു മോശം മനുഷ്യനായി മാറുമെന്നാണ്. അങ്ങനെയല്ലല്ലോ. സെൽഫ് ഇൻട്രസ്റ്റ് തെറ്റായ കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു, അത് തെറ്റല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം, അത് സെൽഫ് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമാണ്. നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ വളർച്ച നിങ്ങൾ സ്വപ്നം കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വളർച്ചയും നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. അതാണ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, സെൽഫ് ഇൻട്രസ്റ്റ്, നിങ്ങളെവിടെ പ്രവർത്തിക്കുന്നുവോ ആ സമൂഹത്തിൻ്റെ ഇൻട്രസ്റ്റുമായി ക്ലാഷ് ആകാത്തിടത്തോളം കാലം സെൽഫ് ഇൻട്രസ്റ്റ് മോശം കാര്യമൊന്നുമല്ല. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകളൊക്കെ പറയില്ലേ, എൻ്റെ അപ്പന് വേണ്ടി ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചു, അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചു, ഇഷ്ടപ്പെട്ട ജോലി സ്വീകരിച്ചില്ല, ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വീകരിച്ചില്ല, ഇഷ്ടപ്പെട്ട ആണിനെ സ്വീകരിച്ചില്ല, ഇഷ്ടപ്പെട്ട വഴികളൊന്നും തിരഞ്ഞെടുത്തില്ല. ആര് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടതെല്ലാം കഷ്ടപ്പെട്ട് മാറ്റി നിർത്തലാണോ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ആവശ്യമുണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടതെല്ലാം മാറ്റിക്കളയലാണോ? അങ്ങനെ എന്തിനാണ്? ഈ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ മാറ്റിവെച്ചു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ നിങ്ങളുടെ ആവശ്യപ്പെട്ട വ്യക്തി, അയാൾക്കപ്പോൾ സ്നേഹമല്ലേ ഉള്ളത്? അയാൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കാൻ അയാൾ പഠിക്കുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, എല്ലാം ഇഷ്ടങ്ങളും മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇനി അപ്പം പറയുകയാണ് നീ ഡോക്ടറാണോ, എനിക്ക് ഡോക്ടറാണ് ഇഷ്ടമില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പം പറയുന്ന ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ആർട്ടിസ്റ്റിക് മൈൻഡ് ഒരാൾ ആ ആർട്ടിസ്റ്റിക് വഴിയിലൂടെ നടക്കുമ്പോഴായിരിക്കുമല്ലോ ഒരു പക്ഷേ വളർന്ന് പന്തലിച്ച് ചിറക് വിരുത്തി പറക്കുന്ന ഒരാളായി മാറുക. അപ്പോൾ സെൽഫ് ഇൻട്രസ്റ്റുകൾ എന്തിനാണ് എല്ലാം മാറ്റി വയ്ക്കുന്നത്? ഈ സെൽഫ് ഇൻട്രസ്റ്റ് ശരിക്കും ഒന്ന് ഊട്ടിയുറപ്പിച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പിയർ ചെയ്യുവാനുള്ള ഒരു കപ്പാസിറ്റി വരികയല്ലേ. സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു സെൽഫ് എക്സ്പ്രഷൻ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളെ ആരുടെയെങ്കിലും പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതിന് പകരമായിട്ട് നിങ്ങളെ തന്നെ പ്രകാശിപ്പിക്കുകയാണ്. അത് തെറ്റല്ലല്ലോ, അത് ആത്മീയതയാണ്. നിങ്ങളൊരു ഹിഡൻ വ്യക്തിയായിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കപ്പാസിറ്റി, കേപ്പബിലിറ്റീസ്, ടാലൻസ്, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആവുന്ന ആ വെട്ടമൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നല്ല കാര്യമല്ലേ. കർത്താവ് പറയുന്നത് നിങ്ങൾ മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണമായിരിക്കണമെന്നാണ്. നിങ്ങൾ പറമേൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപനാളമായിരിക്കണമെന്നാണ്. കർത്താവ് ഒളിഞ്ഞിരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി എന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യുക. അത് വിനയത്തിനെതിരല്ല. ഇനി സ്വന്തം കഴിവുകളെല്ലാം ഒളിപ്പിച്ചു വെച്ച് ആർക്കൊന്നും കൊടുക്കാതെ ജീവിക്കുന്നതാണ് സ്വാർത്ഥം എന്ന് പറയുന്നത്. അതാണ് സത്യത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഞാൻ എന്നെ തന്നെ പ്രകാശിപ്പിക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ ഞാൻ ചെറുതാക്കപ്പെടുമോ, മറ്റുള്ളവരുടെ പ്രകാശത്തിന് ഒപ്പിച്ചുള്ള പ്രകാശം എനിക്കുണ്ടാകുമോ എന്ന ചിന്തയൊക്കെ വരുന്നത് അഹങ്കാരത്തിൽ നിന്നല്ലേ. അത് എളിമയ്ക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എളിമയെന്ന് തെറ്റിദ്ധരിക്കുന്ന പലതും അഹങ്കാരമാണെന്ന് തിരിച്ചറിയുക. നിസ്വാർത്ഥത എന്ന് കരുതുന്ന പലതും വല്ലാത്ത സ്വാർത്ഥതയാണ്. യഥാർത്ഥ സ്വാർത്ഥത അത്ര ശരിയല്ലാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ നിസ്വാർത്ഥത എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ വല്ലാത്ത സ്വാർത്ഥതയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ എനിക്ക് ആളുകൾക്ക് വേണ്ടി മുഴുവൻ സമയവും ചെലവഴിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഞാൻ ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. പൊതുവെ ആളുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ പ്രാർത്ഥന സമയം, എൻ്റെ വ്യായാമത്തിൻ്റെ സമയം, എൻ്റെ പഠനത്തിൻ്റെ സമയം ഇതുപോലും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഓടിയടക്കുകയാണെങ്കിൽ ഞാൻ എന്നോട് ദ്രോഹം ചെയ്യാൻ തുടങ്ങും. സത്യമല്ലേ? കാരണം പ്രാർത്ഥന എന്ന അടിത്തറയില്ലാതെ എനിക്ക് എത്ര നാൾ ദൈവത്തിൻ്റെ വെട്ടം പരത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റും? അപ്പോൾ പ്രാർത്ഥനാ സമയം ഞാൻ സർവീസിന് വേണ്ടി മാറ്റി നിർത്തുകയാണെങ്കിൽ അത് തെറ്റാണ്. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടെ സമയം തന്നെ വേണം. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തോട് എനിക്ക് ആദരവുണ്ടെങ്കിൽ അതിനെ വ്യക്തതയോടുകൂടി നോക്കിക്കാണേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വ്യായാമത്തിന് സമയം കണ്ടെത്താൻ പറ്റണം. ആ സമയം പോലും ഞാൻ മാറ്റിവെച്ചുകൊണ്ട് ഓടി കിടക്കുകയാണെന്ന് പറയുന്നത് സത്യത്തിൽ ഞാനെന്ന വ്യക്തിയോട് കാണിക്കുന്ന നീതിയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനും ഏതിനും കൃത്യമായ സമയം കണ്ടെത്താൻ കഴിയലല്ലേ ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം മാറ്റി കളഞ്ഞുകൊണ്ട് ഒരു തരം കൊത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നതിനെ ആത്മീയത എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ സെൽഫ് ഇൻട്രസ്റ്റും സെൽഫ് എക്സ്പ്രഷനും ഒക്കെ നെഗറ്റീവായിട്ട് കാണുമ്പോൾ നമ്മളിൽ തന്നെ ചുരുങ്ങിക്കൂടാനുള്ള പ്രവണത വരും. അപ്പോൾ നമ്മുടെ സെൽഫ് വെർത്തിനെയാണ് അത് ബാധിക്കുക. ഞാനൊന്നുമല്ല എന്ന് 100 വട്ടം പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളൊരു പൂജ്യമാണെന്ന്. വട്ടപൂജ്യം. ഒരാളെ വട്ടപൂജ്യമാക്കലല്ല ആത്മീയത. വെറും സീറോ ആക്കലല്ല, ഹീറോ ആക്കലാണ് ആത്മീയത എന്ന് പറയുന്നത്. ഞാൻ വെറും മണ്ണാണ്, ഞാൻ വെറും കീടമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ശരിയാണ്, ഈ ബ്രഹ്മാണ്ഡ ലോകത്ത് നമ്മളൊരു പൊടി മാത്രമായിരിക്കാം. പക്ഷെ ആ പൊടിക്കുമുണ്ട് അതിൻ്റെതായൊരു സൗന്ദര്യം, അതിൻ്റെതായൊരു ഡെപ്ത്ത്, അതിൻ്റെതായ ആഴങ്ങൾ. അത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതും ആത്മീയതയാണ്. ഇനി സെൽഫ് വർത്ത്, സെൽഫ് എക്സ്പ്രഷൻ, സെൽഫ് ഇൻട്രസ്റ്റ് ഇവയൊക്കെ കൃത്യമായ ധ്യാന വിഷയങ്ങളായി മാറുമ്പോഴത്തേക്കും ഒരാൾ അയാളെ തന്നെ കെയർ നടത്തുന്ന ഒരാളായി മാറും. അപ്പോൾ സെൽഫ് കെയർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങണം. അതിന് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വൈകാരികതയ്ക്കും വിചാരധാരകൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ ശരീരക്രമം പാലിക്കുന്നതിന് വേണ്ടി കൃത്യമായി ഞാൻ വ്യായാമമുറകൾ ശീലിക്കണം. ഭക്ഷണത്തിൽ ഒരു ക്രമം പാലിക്കണം. ഉറക്കത്തിന് ഒരു ക്രമം പാലിക്കണം. അത് ടൂ മച്ചും ടൂ ലെസ്സുമായി മാറാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എൻ്റെ വൈകാരികതയ്ക്കൊരു ക്രമം വേണം. അപ്പപ്പോൾ പൊട്ടിത്തെറിച്ച്, അപ്പപ്പോൾ പൊട്ടിക്കരഞ്ഞ്, അപ്പപ്പോൾ മൂഡ് ഓഫായി, അപ്പപ്പോൾ ഓണായി അങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ നിലവിട്ട കാറ്റുപോലെയായി മാറിയല്ലേ? അങ്ങനെ ജീവിക്കാനാണോ ദൈവം എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ വൈകാരികതയ്ക്കൊരു ക്രമം വേണം. അതും സെൽഫ് കെയറിൻ്റെ ഭാഗമാണ്. ഇനി എൻ്റെ വിചാരങ്ങൾക്ക് ഒരു ക്രമം വേണം. അതിന് ഞാൻ വായിക്കണം, ധ്യാനിക്കണം, റിഫ്ലക്റ്റ് ചെയ്യണം. അതിനൊന്നും സമയമില്ലാത്ത വിധത്തിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എനിക്ക് എന്നോട് തന്നെ നീതി പുലർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നല്ല മനുഷ്യനെന്ന് എന്നെ തന്നെ വിളിക്കുക? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുക. നിങ്ങളെ തന്നെ ഒരുപാട് കെയർ കൊടുത്ത് വളർത്തുക. അത് തെറ്റൊന്നുമല്ല. ഞാനൊന്നുമല്ല, ഞാൻ ഒന്നുമില്ലാത്തവനും ആണ് എന്ന് നിരന്തരം പറയാതിരിക്കുക. ഒന്നുമില്ലാത്തവരായിരിക്കാം നമ്മളൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ്? വി ആർ സംതിങ് ബ്യൂട്ടിഫുൾ, സംതിങ് ഗ്രേറ്റ്, സംതിങ് ബ്രൈറ്റ്. അത് കണ്ടെത്തലാണ് യഥാർത്ഥ ആത്മീയതയെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങളുടെ നിധികളൊക്കെ ഒന്ന് കണ്ടെത്തുക. പരസ്പരം ഉള്ളിലേക്കൊന്ന് നോക്കി സ്നേഹിച്ചു തുടങ്ങുക, ഒന്ന് പരിപാലിച്ചു തുടങ്ങുക. അതായിരിക്കാം ആദ്യത്തെ നിയോഗം. സ്വന്തം വീട്ടുമുറ്റത്തെ ചെടികളൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുമ്പോൾ മരുഭൂമിയിൽ പോയി വെള്ളമൊഴിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആദ്യം സ്വന്തം പൂന്തോട്ടം നനച്ചു തുടങ്ങുക. അവിടെ പൂക്കളുണ്ടാകട്ടെ, കനികളുണ്ടാവട്ടെ, കനിവുണ്ടാകട്ടെ. നല്ല യാത്ര നേരുന്നു.